ആയ സുഹൃത്തുക്കളെ, കുറേ ആയിട്ട് ആഗ്രഹിച്ചിട്ടൊരു സാധനം മേടിച്ച് വരികയാണ് കേട്ടോ. അത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം കേട്ടോ. അതെന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായില്ലേ നമുക്ക്? ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷം മേടിച്ചതാണ് സംഭവം. നമ്മളെ ബജാജ് ഫൈനാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കഴിച്ചിലാകുകയാണ് കേട്ടോ. ഫിനാൻസ് ഇട്ട് മേടിച്ചതാണ്, ഒന്നും കൊടുത്തില്ല. ഒരു നേരം കണ്ട് തന്ന് അവിടെ പോയിട്ട് ആധാർ കാർഡ് കൊണ്ട് കൊടുത്ത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗിംബൽ സാധനങ്ങൾ കേട്ടോ. നമ്മളെ വീഡിയോക്കൊക്കെ ഒന്ന് ക്ലാരിറ്റി പോരാന്നുള്ള പരാതികളുണ്ട്. ഫേസ്ബുക്ക് നമ്മളെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇട്ട് കൊടുക്കണം, വ്യൂവേഴ്സ് കൂടണം, അതുപോലെ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ നല്ല കിട്ടണമെങ്കിൽ നല്ല നല്ല സാധനങ്ങൾ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ നമ്മളെ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടെന്ന് കുറേ ആയിട്ട് ഇങ്ങനെ പരാതികൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒന്ന് മേടിക്കണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ മേടിച്ച് നമ്മളിതാ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യാണ്. വലിയ ഐഡിയ ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് അതൊക്കെ പഠിച്ച് വരണം ഇനി. അപ്പോൾ അതിനെപ്പറ്റി ആർക്കെങ്കിലുമൊക്കെ അറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു തരണം കേട്ടോ. നല്ല ക്യാമറാമാന്മാരും ഇതിനെപ്പറ്റി ടെക്നീഷ്യന്മാരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇതൊക്കെ വലിയ ഐഡിയ ഇല്ല. അവരവിടെ നിന്ന് പറഞ്ഞു തന്ന ഒന്ന് രണ്ട് കാര്യം വെച്ചിട്ട് ഞാൻ ഇത് ചെയ്യണത്. ഇത് മാഗ്നറ്റാണ്, അതിലേക്കാണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പോയിന്റിൽ നോക്കിയിട്ട് അപ്ലൈ ചെയ്യണം. പിന്നെ ഇതിൽ ചെയ്യേണ്ട ഒരു ഏറ്റവും വലിയൊരു കാര്യം എന്താ വെച്ചാൽ, നമ്മളിത് ഗിംബൽ എടുത്തിട്ട് ഗിംബൽ കൊണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഗിംബൽ ഓട്ടോമാറ്റിക് ഓണാവും. അപ്പം പിന്നെ അത് ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ മൊബൈലൊക്കെ അതിൽ അപ്ലൈ ചെയ്യാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഓണിൽ പിടിമലി ഉണ്ടാക്കുമ്പോൾ അത് ഫുള്ള് മോട്ടറാണ്, മൂന്ന് മോട്ടറോളം വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊക്കെ കംപ്ലൈൻ്റ് ആകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കുക. ബാക്കി ഇതിൻ്റെ പറ്റി നമുക്ക് വലിയ അറിവൊന്നുമില്ല. ഞാനതിങ്ങനെ ഒക്കെ ഇളകി കളിക്കുന്നതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ അയക്കാനാണ് സാധ്യത. അപ്പോൾ കഴിയണതും ഓഫ് ചെയ്തിട്ട് മൊബൈലൊക്കെ അപ്ലൈ ചെയ്യുക. ഫുള്ള് ട്രാക്കറൊക്കെ വരുന്ന സംഗതിയാണിത്. ആളെ നോക്കിക്കൊണ്ടും പോയിക്കോളൂ കേട്ടോ. അങ്ങനെ പുതിയൊരു വേർഷനാണ് DJIൻ്റെ ഓസ്മോ 8 ഓസ്മോ 8 ആണ് ഇട്ടത്. അത് ഇറങ്ങിയിട്ടൊരു 4 മാസമായിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോകളൊക്കെ നമ്മളിങ്ങനെ എടുത്തിട്ട് തരണ്ടേ. നമ്മൾ കണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു ബട്ടൺസ് നോക്കി കൊടുത്താൽ അത് 360 ഇങ്ങനെ കറങ്ങും കേട്ടോ. അതിൻ്റെ ഇതിൽ വെച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തിന്, വെറുതെ ഒരു വീഡിയോ എടുത്ത് നോക്കിയതാട്ടോ. എത്രത്തോളം ഭംഗി ഉണ്ടാവും നമുക്കറിയില്ല. എന്തെന്നായാലും നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ മുന്നോട്ടുള്ള ചുവടുവെപ്പ്. അപ്പോൾ ഇത് ഇപ്പോൾ ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് ഇനി ഇതിൻ്റെ അടവൊക്കെ കഴിഞ്ഞിട്ട് വേണം അടുത്തതൊന്ന് എടുക്കാം. നല്ല നല്ല ക്യാമറകളൊക്കെ ഒന്ന് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഒറ്റയടിക്കുമ്പോൾ ഇരിക്കണതിൻ്റെ മുന്നേ കാല് നീട്ടിയിട്ടുണ്ടെങ്കിൽ ഓടും കുത്തി വീണു പോവും. അപ്പോൾ കുറേശ്ശെ ഇങ്ങനെ ഇരുന്നിട്ട് ഇതേപോലെ ചെറുത് മേടിക്കുക എന്നുള്ളൊരാഗ്രഹമാണുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഓക്കെ.